ഇതാണ് ഞാൻ പഠിച്ച കയ്പമംഗലം ഫിഷറി സ്കൂൾ. വിളക്ക് വയ്ക്കു ഞങ്ങളിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും. ഇന്ന് ഇതിൽ കാണുന്ന ഒരു കെട്ടിടം ഒഴികെ എല്ലാം തന്നെ നാമാവശേഷമാണ്. 1989 ഈ സ്കൂളിൽ ഞാൻ ഇവിടെ പറഞ്ഞത്. അന്നത്തെ എൻ്റെ ഓർമ്മയിലുള്ള സ്കൂൾ ഞാൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോ കൂടെ. വിളക്ക് വയ്ക്കു ഞങ്ങളിൽ സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമംഗളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമാം കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്ക നിത്യതേ നിതാന്തവത്സരോത്സുകം നിതാന്തവത്സരോത്സുകം നിതാന്തവത്സരോത്സുകം. ഇതാണ് സ്കൂളിൻ്റെ ഹൃദയഭാഗം. അസംബ്ലി കൂടുന്നതും യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നതും എല്ലാം ഈ സ്റ്റേജിലായിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ദിവസം ഇവിടെ മുഴുവൻ നാടകങ്ങളുടെ പേരെഴുതിയ ബോർഡുകളായിരുന്നു. സ്റ്റേജിൻ്റെ സൈഡിലായി ഒരു വലിയ പുളിമരം ഉണ്ടായിരുന്നു. പുളി വീഴ്ത്താനായി ഒരുപാട് ഏറുകൊണ്ടിട്ടുള്ള ഈ പുളിമരം നമ്മൾ സ്നേഹിച്ചിരുന്ന പോലെ തന്നെ നമ്മളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാകും. സ്റ്റേജിൻ്റെ മുൻപിൽ വലതുഭാഗത്തായിട്ട് എൽ ഷേപ്പിലുള്ള ഈ കെട്ടിടത്തിലായിരുന്നു 9ാം ക്ലാസ്. 9ാം ക്ലാസ് കെട്ടിടത്തിൻ്റെ കിഴക്കുവശത്തായിട്ടായിരുന്നു അന്ന് ആശ്വാസ കേന്ദ്രം എന്ന കെട്ടിടം ഉണ്ടായിരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥലത്തായിട്ടായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട മാഷന്മാരുടെ സ്കൂട്ടറും രാജദൂതും പിന്നെ സൈക്കിളിൽ വരുന്ന കുട്ടികളുടെ സൈക്കിളൊക്കെ വെക്കാറ്. യൂത്ത് ഫെസ്റ്റിവൽ ദിവസം ഇവിടെ നിറയെ കാണികളായിരിക്കും. വെയിൽ കൊള്ളാതെ യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ ഇതിൻ്റെ പടികളിലും അരമതിലും എല്ലാം നിറയെ കുട്ടികളായിരിക്കും. ഇതിലാദ്യം കാണുന്ന ഈ ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. ഇത് 9A ആയിരുന്നു. ഇവിടുത്തെ ക്ലാസ് ടീച്ചർ അന്ന് വളരെ ഗൗരവക്കാരനായിട്ടുള്ള കുമാരൻ മാഷായിരുന്നു. കുമാരൻ മാഷ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഹോംവർക്ക് തരും വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് വരാനായിട്ട്. തെറ്റിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല തല്ലും കിട്ടും. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ ദിനേശിൻ്റെ കണക്ക് കണ്ട് അവൻ്റെ പുസ്തകത്തിന് ചിറകുകൾ നൽകി പുറത്തേക്ക് പറത്തി വിട്ടത് ഇന്നും ഓർമ്മയിൽ അങ്ങനെ നിൽപ്പുണ്ട്. സ്റ്റേജിന് പുറകിലായിട്ടുള്ള ഈ നീളം കെട്ടിടത്തിലാണ് 10ാം ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരറ്റത്ത് ഹെഡ് മാസ്റ്റർ റൂമും അത് കഴിഞ്ഞ് സയൻസ് ലാബ്
പിന്നെ 10A, 10B, 10C. അത് കഴിഞ്ഞ അറ്റത്ത് മാഷുമാരുടെ റൂമായിരുന്നു. ആധുനിക കവിത്രയത്തിന് ശേഷം മലയാള കവിതയിൽ കാൽപ്പനികതയുടെ വസന്തം വിരിയിച്ച കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാള കവിതയിലെ എക്കാലത്തെയും മികച്ച കാൽപ്പനിക കവിയാണ് ചങ്ങമ്പുഴ. ഇത് 10A, എൻ്റെ ക്ലാസ്. സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്നിവയൊക്കെ വളരെ പ്രസിദ്ധങ്ങളായ കാൽപ്പനിക കാവ്യങ്ങളാണ്. ഇതിൽ കാവ്യനർത്തകി എന്ന കാവ്യത്തിലെ ആദ്യത്തെ ഏതാനും വരികളാണ് നമ്മളിവിടെ പഠിക്കുവാൻ പോകുന്നത്. ഒരു സൈഡിൽ നീളം വരാന്തയും മറ്റേ സൈഡിൽ LP സ്കൂളുമാണ്. ക്ലാസ്സിൽ ഏതെങ്കിലും ടീച്ചർ പഠിപ്പിക്കാൻ എത്താത്ത പീരീഡാണെങ്കിൽ വർത്തമാനം പറയുന്നവരുടെ പേരെഴുതി വെക്കാൻ ക്ലാസ് ലീഡർ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അന്ന്. ഒഴിവു സമയങ്ങളിൽ ഞങ്ങൾ കൂട്ടുകാർ ചേർന്ന് ഈ ടേബിളിൽ താളം പിടിച്ച് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. നമുക്ക് ഈ വരികളിലൂടെ ഒന്ന് കടന്നു പോകാം. കനകച്ചീലങ്ക കീലുങ്ങി കീലുങ്ങി കാഞ്ചന കാഞ്ചി കൂലുങ്ങി കൂലുങ്ങി കടമീഴിക്കോണുകളിൽ സ്വപ്നം മയങ്ങി കതിരുതിർപ്പു പുഞ്ചിരി ചെഞ്ചുണ്ടിൽ തങ്ങി ഒഴുകുമുടയാടയിലൊളിയലകൾ ചിന്നി അഴകൂരുടലാർന്ന പോലങ്ങനെ മിന്നി മതിമോഹന ശുഭനർത്തനമാടുന്ന ഈ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. പഴയ സ്കൂളിൻ്റെ ശേഷിപ്പായിട്ട് ഈ ഒരു കെട്ടിടം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളവിടെ. പഴയ 10ാം ക്ലാസ്. ഒരു ചെറിയ വരാന്തയോട് കൂടിയുള്ള ഈ കെട്ടിടമായിരുന്നു എൻ്റെ 1ാം ക്ലാസ്. ഇതിനു പുറകിലായി രാജാറാമിൻ്റെ പറമ്പിലുള്ള വലിയ അരണമരത്തിൽ നിന്നുള്ള കായകൾ വീഴുമായിരുന്നു സ്കൂൾ മുറ്റത്ത്. അത് പെറുക്കിയെടുത്ത് തറയിൽ ഉരസി അതിൻ്റെ ചൂട് മറ്റുള്ളവരുടെ ദേഹത്ത് വെക്കുക എന്നുള്ളതും ഒരു കളിതമാശയിൽപ്പെട്ടതായിരുന്നു. രണ്ടാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കെട്ടിടങ്ങളും ഓല മേഞ്ഞതായിരുന്നു അന്നുണ്ടായിരുന്നത്. പനമ്പ് കൊണ്ടുള്ള ചുമരും പാർട്ടീഷനുകളൊക്കെ ആയിരുന്നു അതിനുണ്ടായിരുന്നത്. അതിനെല്ലാം അതിന് തൊട്ടടുത്തായിട്ട് ഒരു വലിയ പുളിമരം അവിടെയും ഉണ്ടായിരുന്നു. അതിനടുത്തായി ഒരു കിണറുണ്ടായിരുന്നു. ഉപ്പുമാവ് പൊരി ഉണ്ടായിരുന്നു. അന്നേക്ക് ഉച്ചക്കഞ്ഞിക്ക് പകരമായിട്ട് ഉപ്പുമാവായിരുന്നു കൊടുത്തിരുന്നത്. भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंग विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंग तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता
जय जय